എടാ മോനെ, ആവേശം കാണാൻ ആവേശത്തിൽ ആവി പറക്കുന്ന റോഡിൽ കൂടെ പോയൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അത് ആന്ധ്രയിൽ നിന്ന് നേരെ തമിഴ്നാട് പോയി ആവേശം കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ ഞങ്ങൾ പോയി ഗൈസ്. അങ്ങനെ ചൂട് പിടിച്ച് ഈ റോഡിൽ കൂടെ നടന്ന് വേർത്ത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്ന് നേരെ ബസ്സും പിടിച്ച് കാട്ട്പാടി ചെന്ന് നട്ടുച്ച സമയത്ത് ഒരു ചിക്കൻ റോളും ചായയും കുടിച്ചപ്പോഴത്തേന് 100 രൂപ. അടുത്ത ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പ് വിട്ട് വിജയൻ ദാസനെ പോലെ നട്ടുച്ച സമയത്ത് ഞങ്ങൾ റോഡിൽ കൂടെ നടക്കുകയാണ്. അവിടെ നിന്ന് നേരെ ഹോട്ടലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് എന്താ അറിയോ, ആ റെസ്റ്റോറൻറ്റുകാർ ഫുഡ് തീർന്നു പോയെന്ന്. എന്ത് ചെയ്യാൻ, അടുത്ത റെസ്റ്റോറൻറ്റിൽ കയറാന്ന് വെച്ചാൽ അവിടെ ചെന്നു വേലൂർ കിച്ചണിൽ അവരും ഇത് തന്നെ ഫുഡ് തീർന്നു പോകുന്നു. എനിക്ക് തോന്നി കാട്ട്പാടിക്കാർ മൊത്തം 3 മണിയാകുമ്പോഴത്തേന് ഫുഡ് തീർക്കുന്നു. അങ്ങനെ അവസാനം ഈ ഒരു കൊച്ചു ഷോപ്പിൽ വന്ന് കയറി ഇവിടുന്ന് ബിരിയാണി ഞങ്ങൾ കഴിച്ചു. ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ജിഗിർദണ്ഡ കുടിക്കാൻ വേണ്ടി വന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി പക്ഷെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ 50 രൂപയ്ക്കുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നല്ല ചൂടായതുകൊണ്ട് 10 മിനിറ്റ് ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി നിൽക്കാന്ന് പറഞ്ഞ് നിങ്ങൾ വന്നതാ. 10 രൂപ മുടക്കി കയറാന്ന് പറഞ്ഞിട്ട് 350 രൂപയാണ് ഞങ്ങൾ മുടക്കിയത്. ഒരു കാര്യവും ഇല്ലാതെ. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും നടന്ന് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് എത്തി ഗൈസ്. ആ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് നമ്മുടെ മെഹബൂബായി എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് പുള്ളി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും അവസാനമാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. എല്ലാ വട്ടം പറയുന്ന പോലെ തന്നെ ഈ വട്ടവും നമ്മുടെ റോയിൽ മൊത്തം ബോയ്സ് ആയിരുന്നു ഗൈസ്. അങ്ങനെ വേണ്ട പടമൊക്കെ തുടങ്ങി. അടിപൊളി പടമാണ്, തിയേറ്റർ വാച്ചാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ശബരിയിൽ കയറി തിരിച്ച് നേരെ റൂമിലോട്ട്. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ശബരിയിൽ കയറി ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.